ഓക്കെ, നമ്മൾ ഇന്നത്തോടു കൂടി ഈ കൗൺസിലിംഗ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ കൗൺസിലിംഗ് സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൗൺസിലിങ്ങുകളുണ്ട്. ഓക്കെ, അതിൽ പിന്നെ നമുക്ക് ആ സമയത്ത് പറയാം. അത് നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഓരോരോ ക്ലാസ്സിലായിട്ട് അതിങ്ങനെ കംപ്ലീറ്റ് പിന്നെ പഠിച്ചു പോകും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ്, അതുപോലെ തന്നെ സൈക്കോതെറാപ്പി എന്ന് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ, പിന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് സ്റ്റേജുകൾ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പിന്നെ പ്രാക്ടിക്കൽ പേപ്പർ എന്ന് പറയുന്ന ഈ സംഭവങ്ങൾ ഇങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു 7ാമത്തെ ക്ലാസ്സോ മറ്റോ അതോ 8ാമത്തെ ക്ലാസ്സോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? എത്രാമത്തെ ക്ലാസ്സാണ് നമ്മുടെ പ്രാക്ടിക്കൽ? നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ ഓരോ ദിവസവും. അപ്പോൾ ആ വീഡിയോയിൽ നമ്പർ ഓഫ് ക്ലാസ് കറക്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി എത്ര ആയിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അതിന്റെ കൂടെ ഇനി നിങ്ങൾക്ക് പിന്നെ സൈക്കോളജിയുടെ ക്ലാസ്സുകൾ വരാനുണ്ട്, ഇഷ്ടംപോലെ വരാനുണ്ട്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യാം. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഈ ഒരു കൗൺസിലിംഗ് സൈക്കോളജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പരിചയം ഉണ്ടാവണമല്ലോ. ഓക്കെ, ഏതായാലും നമ്മുടെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞത് 4ാമത്തെ പ്രോബ്ലം ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റി ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്കാണ് നമ്മൾ പോയത്. ഓക്കെ, അതിന് നോട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ഓരോ സ്റ്റെപ്പിലെയും നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ച് 3ാമത്തെ സ്റ്റെപ്പോട് കൂടി നമ്മൾ വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ ആണല്ലോ? അതിൽ പിന്നെ എന്തെങ്കിലും പ്രാക്ടിക്കലിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ തിരുത്താം, അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് ചിലപ്പോൾ കൂടുതൽ സമയമൊക്കെ എടുക്കും. ഓക്കെ, അങ്ങനെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഒരു സ്റ്റേജ്, പിന്നത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ സ്റ്റേജ് ആണ്. ഓക്കെ, പ്രധാനമായിട്ടും ഇവാലുവേഷൻ സ്റ്റേജ് തുടക്കത്തിൽ 4ാമത്തെ സ്റ്റേജ് അവർക്ക് കുറച്ച് ആക്ടിവിറ്റി കൊടുത്ത് ഉടനെ തന്നെ ഇവാലുവേഷൻ സ്റ്റേജിലേക്ക് കിടക്കാൻ കഴിയില്ല. കാരണം ചില ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ചില തെറാപ്പികളൊക്കെ ചെയ്ത് കുറച്ച് കഴിയണം, എങ്കിൽ മാത്രമേ അത് വർക്കൗട്ട് ആകുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കുറച്ചങ്ങ് ചെയ്യണം, എന്നിട്ട് അവരോട് ഫീഡ്ബാക്ക് ചോദിക്കണം. ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ അവർക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടത്. ചിലപ്പോൾ നമ്മൾ പിന്നെ ഉദ്ദേശിച്ച രീതിയിലേക്കായിരിക്കില്ല അവരുടെ ഭാഗത്ത് നിന്ന് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഒരു ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക് സ്റ്റേജ് എന്നാണ് പറയാം. ഓക്കെ, എന്താ പറയുക, ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക് സ്റ്റേജ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തുകയാണ്. ഒരു ഈ വിലയിരുത്തുക. അത് മാത്രമല്ല, ഫീഡ്ബാക്ക് സ്റ്റേജ്, ഫീഡ്ബാക്ക് എടുക്കുക. അവരോട് നിങ്ങൾക്കിപ്പോൾ ഇത്രയും കാലം അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും പിന്നെ ദിവസങ്ങൾ കൗൺസിലിങ്ങിന് വന്നല്ലോ, അപ്പം നിങ്ങൾക്ക് എന്ത് മാറ്റം വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷനുകൾ കൊണ്ട് എന്താണ് ഗുണം കിട്ടിയത്, നിങ്ങൾക്ക് അത് ഓരോന്നും അവരെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കണം. എന്തിനാ പറയിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രത്തോളം പറയിപ്പിക്കുന്നോ അതിനനുസരിച്ച് ഓർമ്മകൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടില്ലേ, ഒരു 5 വർഷം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു പാർട്ടിയാണെങ്കിൽ പോലും ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് കഴിഞ്ഞ 5 വർഷത്തിനിടക്ക് ചെയ്ത കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, പറയുന്നത് എന്തിനാ, നമുക്കെല്ലാം അറിയുന്നതല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പറയുമ്പോഴായിരിക്കും നമുക്ക് പലതും ഓർമ്മ വരിക. ഓക്കെ, അതായത് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ട് തരാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. ചെയ്തത് നമ്മൾ കാണുന്നുണ്ടാവും, പക്ഷെ എപ്പോഴും പറയുമ്പോൾ നമുക്കത് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഓർക്കാനും പിന്നെ ഒക്കെ സാധിക്കും. അപ്പം നമുക്ക് അവർ ചെയ്ത കാര്യങ്ങൾ നമ്മളൊന്ന് വിലയിരുത്താൻ പറ്റും. അല്ലെങ്കിൽ ലാസ്റ്റ് സമയത്ത് പിന്നെ പലരും വന്ന് ക്യാൻവാസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അവസാന സമയത്ത് ഓർമ്മ വരിക. ഓക്കെ, അങ്ങനെ ഉണ്ടല്ലോ ചില പിന്നെ തിയറികളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ അവസാന സമയത്ത് വോട്ട് പെട്ടിയിൽ വീഴുന്നതിൻ്റെ തൊട്ട് മുമ്പ് ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പല ടെക്നിക്കുകളും പല രാഷ്ട്രീയക്കാരും ഉപയോഗിക്കാറുണ്ട് അല്ലേ? പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അത് ചിലപ്പോൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ പലതും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് കഴിയലോട് കൂടിയിട്ടായിരിക്കും, അയ്യടാ പറഞ്ഞത് കംപ്ലീറ്റ് തെറ്റ് മണ്ടത്തരായിരുന്നല്ലോ,
നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത്. പൊതുജനങ്ങൾ കഴുതകളാണെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. പലതും അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. ഞാൻ നിങ്ങൾക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അല്ലേ? അറിയാം. മഹാത്മാഗാന്ധിയെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാവില്ല, പ്രയാസമാവില്ലല്ലോ? ഇല്ല, ഞാൻ പറയാം എന്നാല്. അല്ല, അതല്ല. ഞാനൊരു ആ ഞാൻ എന്നെ ഒരു ഓക്കെ, ഞാൻ പറയാം. അതായത് സംഭവം പിന്നെ ഓക്കെ, 1958 മഹാത്മാഗാന്ധി അമേരിക്ക സന്ദർശിച്ച സമയത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കണുമായിട്ട് ഇന്ത്യയുടെ ഏറ്റവും സീക്രട്ടായ ന്യൂക്ലിയർ പിന്നെ രഹസ്യങ്ങൾ അദ്ദേഹവുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിവീൽ ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞു കൊടുത്ത സംഭവം. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങൾക്ക് കേട്ടപ്പോൾ തോന്നിയത്? എന്ത് തോന്നി? ഒന്നും തോന്നിയില്ല? ഒന്നുകൂടി പറയാം, കേൾക്കുന്നില്ല. ഓക്കെ, എന്നാൽ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അത് പിന്നെ ക്ലാരിഫൈ ചെയ്യാം. ഞാൻ പറഞ്ഞതൊരു അതിനൊരു പേരുണ്ട്, പേര് ഞാൻ മറന്നുപോയി. അതായത് ഇലക്ഷന് മുമ്പ് നമുക്ക് അറിയുന്ന ആളുകളുടെ പേരുകൾ, നമുക്കറിയുന്ന സംഭവങ്ങൾ, നമുക്കറിയുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തി പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ ഉണ്ടാക്കാറുണ്ട് പല രാഷ്ട്രീയക്കാരും. ഇപ്പൊ ഞാൻ പറഞ്ഞത് 1958 മഹാത്മാഗാന്ധി അമേരിക്ക സന്ദർശിച്ച സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കണുമായിട്ട് ഇന്ത്യയുടെ ന്യൂക്ലിയർ എന്താണ് രഹസ്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് അത് പിന്നെ നിങ്ങൾ വിശ്വസിച്ചു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഹാത്മാഗാന്ധിയെ അറിയാം, കേട്ടിട്ടുണ്ട്. 1958 എന്ന് പറഞ്ഞ വർഷം അറിയാം. നമുക്ക് പിന്നെ എബ്രഹാം ലിങ്കൺ നമ്മൾ കേട്ടിട്ടുണ്ട്, അമേരിക്ക എന്ന് കേട്ടിട്ടുണ്ട്, ഇന്ത്യ ഒരു ന്യൂക്ലിയർ കൺട്രി ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പം നമുക്ക് അറിയുന്ന കുറേ പേരുകളും സ്ഥലങ്ങളും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ചില തന്ത്രങ്ങളാണ്. സത്യത്തിൽ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് കളവാണ്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് കളവാണ്. കളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1948 മഹാത്മാഗാന്ധി, ഞാൻ വിശ്വസിച്ചില്ല. വെരി ഗുഡ് ആരോൺ. ഓക്കെ, 1948 മഹാത്മാഗാന്ധി മരണപ്പെടുന്നത്, അല്ലേ? അല്ലേ? അതെ. എബ്രഹാം ലിങ്കണോ? മഹാത്മാഗാന്ധി ജനിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ട ആളാണ് എബ്രഹാം ലിങ്കൺ. ഇന്ത്യയുടെ ന്യൂക്ലിയർ പിന്നെ പരീക്ഷണം നടത്തുന്നത് തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഓക്കെ, മഹാത്മാഗാന്ധി അമേരിക്ക സന്ദർശിച്ചിട്ട് പോലുമില്ല എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്കറിയുന്ന കുറെ പേരുകളും നമുക്കറിയുന്ന കുറെ സംഭവങ്ങളും പരിചയമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് എന്ത് ചെയ്യും, ജനങ്ങളെ അങ്ങോട്ട് കുറച്ച് എന്താണ് പൊട്ടന്മാരാക്കിയിട്ട് ഇലക്ഷൻ കഴിയുമ്പോഴേക്കും, അത് ലാസ്റ്റ് സമയത്തൊക്കെയാണ് പറയാം, വോട്ടിന്റെ തൊട്ട് മുമ്പ് ഇത്തരം കാര്യങ്ങൾ പ്രൊപ്പഗണ്ടകൾ അഴിച്ചുവിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങൾ ഇത് കേട്ട് എന്ത് ചെയ്യും, ഷടാ ഇത്രയും കാലം ഇത്ര നല്ല മനുഷ്യനാണെന്ന് വിചാരിച്ചിരുന്ന ഒരാൾ ഇന്ന് ഇപ്പൊ അവരുടെ കാര്യത്തിൽ അവരുടെ പാർട്ടിക്ക് എന്ത് ചെയ്യണ്ട, വോട്ട് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, മാറ്റി വോട്ട് ചെയ്യും. ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. ഞാൻ ഈ കാര്യത്തിലല്ല നെഗറ്റീവ് കേട്ടത്, വേറെ നെഗറ്റീവ് അത് നോക്കണ്ട. നെഗറ്റീവുകൾ എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. അങ്ങനെ ലാസ്റ്റ് സമയങ്ങളിൽ പിന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾ എന്ത് ചെയ്യും, മണ്ടന്മാരാക്കിയിട്ട് വോട്ടൊക്കെ കഴിയുമ്പോഴായിരിക്കും അതിന്റെ ചർച്ചകളൊക്കെ കാണുക. അപ്പോഴായിരിക്കും അബദ്ധം മനസ്സിലാവുക. അപ്പൊ ഇതേപോലെ തന്നെയാണ് അപ്പൊ എല്ലാ കാര്യത്തിലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്ത് പറഞ്ഞപ്പോഴാണ് ഇത് നമ്മൾ പോയത്? ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക്, അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ നെഗറ്റീവ്, ഞാൻ മഹാത്മാഗാന്ധിയുടെ നെഗറ്റീവും പോസിറ്റീവും ചർച്ച ചെയ്യുന്നില്ല കേട്ടോ. ഗാന്ധിയുടെ പിന്നെ നെഗറ്റീവിന്റെക്കാൾ എത്രയോ ഇരട്ടിയാണ് മഹാത്മാഗാന്ധിയുടെ പോസിറ്റീവ്. അതുകൊണ്ട് ഒരാളുടെ ചെറിയ നെഗറ്റീവിനെ അയാളുടെ വലിയ പോസിറ്റീവിനെ മുകളിലേക്ക് വെക്കാൻ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ഞാൻ വളരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ഗാന്ധിയുടെ പല ഐഡിയോളജിയും ഇന്ത്യയുടെ
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലടക്കം നെഗറ്റീവ് അവിടെ നിൽക്കട്ടെ, പോസിറ്റീവായിട്ട് നമുക്ക് ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നെ എന്താണ് വേ ഓഫ് ഒപ്പറാണ്ടി അല്ലെങ്കിൽ മോഡസ് ഒപ്പറാണ്ടി, ഇദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികൾ. ഓക്കെ, അത് പോട്ടെ. അപ്പൊ 5ാമത്തെ സ്റ്റേജിൽ പിന്നെ ഫീഡ്ബാക്ക് സ്റ്റേജ് ആണ്. ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക് സ്റ്റേജ് ആണ്. ഈ ഇവാലുവേഷൻ സമയത്ത് നമുക്ക് അവർ ചെയ്ത കാര്യങ്ങൾ വിലയിരുത്താനും കാര്യങ്ങൾക്കുള്ള സമയമാണ്. അതായത് അതിന് കുറച്ച് സമയം കൊടുക്കണം. ആ സമയം കൊടുത്തതിന് ശേഷം അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ ഒരു കൗൺസിലിംഗ് ഒരു പെർഫെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി 5ാമത്തെ സ്റ്റേജോട് കൂടിയിട്ട് തന്നെ അവരോട് പറയണം. നമ്മൾ ഇങ്ങനെ സ്റ്റേജിന്റെ കാര്യങ്ങളൊന്നും കൗൺസിലിയോട് പറയേണ്ട ആവശ്യമില്ല, ഓരോ ഘട്ടമൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടായാൽ മതി. ഓക്കെ, ലാസ്റ്റ് ഈ 5ാമത്തെ സ്റ്റേജ് കഴിയലോട് കൂടിയിട്ട് മെല്ലെ മെല്ലെ അവരോട് കൗൺസിലിംഗ് അവസാനിപ്പിക്കാൻ പോവുകയാണെന്നുള്ളൊരു ഹിന്റ് ഒക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ഡയറക്റ്റ് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ മാത്രമേ പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡ് അവരിൽ നിന്ന് മാറ്റാൻ കഴിയുള്ളൂ. ഓക്കെ, എന്നിട്ട് അവരെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, അപ്പം ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിരുന്നു. ഓക്കെ, ഓക്കെ, കാണുന്നില്ലേ? ഓക്കെ, ഓക്കെ. ഈ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക് സ്റ്റേജ് ആണ്. 5ാമത്തെ സ്റ്റേജ് ആണ്. 4 കംപ്ലീറ്റ് ആയതാണ്. എന്താണ് ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക് സ്റ്റേജ്? അസസിങ് പ്രോഗ്രസ് ആൻഡ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ ഒരു പ്രോഗ്രസ് അസസ് ചെയ്യുകയാണ്, വിലയിരുത്തുകയാണ്. എന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. ഓക്കെ, ദിസ് ഇസ് ദ 5th സ്റ്റേജ് ഇൻ ദ കൗൺസിലിംഗ് പ്രോസസ്. കൗൺസിലിംഗ് പ്രോസസ്സിന്റെ ഒരു 5ാമത്തെ സ്റ്റേജ് ആണിത്. Then it happens after the counselor and client have worked together for some times. അല്ലേ, കുറച്ചെങ്കിലും അവരുടെ ആക്ടിവിറ്റികളും അവരുടെ ഇംപ്ലിമെന്റേഷൻ പിന്നെ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് സംഭവം ഈ ഒരു സ്റ്റേജിലേക്ക് കിടക്കേണ്ടത്. അപ്പോൾ നൗ ഇറ്റ്സ് ടൈം ടു സ്റ്റോപ്പ് ആൻഡ് ആസ്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ആക്ടിവിറ്റി ഒക്കെ കൊടുത്ത് തെറാപ്പികളൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഏകദേശം ഒക്കെ ഒരു ട്രാക്കിലേക്ക് കയറി എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ചോദിക്കാം. എന്താ ചോദിക്കേണ്ടത്? ഈസ് ദ കൗൺസിലിംഗ് വർക്കിംഗ്? ചോദിക്കാം അല്ലേ, എന്താണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ലൈഫിൽ ഈ കൗൺസിലിംഗ് കൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ അവരതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഫീഡ്ബാക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയും. ഓക്കെ, ദെൻ ഹാസ് ദ ക്ലയൻറ്റ് ഇംപ്രൂവ്ഡ്? എന്തെങ്കിലും ക്ലയൻറ്റിന് പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ? ഇതൊക്കെ വിലയിരുത്താനും കൂടി ഉള്ള സമയമാണ്. നമ്മുടെ കൗൺസിലിംഗ് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ക്ലയൻറ്റിന് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ, ഓക്കെ, അല്ലെങ്കിൽ ഡു വി നീഡ് ടു മേക്ക് ചേഞ്ചസ്? പരസ്പരം ചോദിക്കുക, നമുക്കിനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നും കൂടി ക്ലയൻറ്റിനോട് ചോദിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ക്ലയൻറ്റിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് തുറന്നു പറയും. പലപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നിന്ന് പോയിട്ട് പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിലേക്ക് തന്നെ കൃത്യമായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ പിന്നെ ഗാന്ധിയുടെ കാര്യമൊക്കെ പറഞ്ഞത് ഇലക്ഷൻ്റെ സമയം പറയാൻ കാരണം ചിലത് നമ്മൾ ഓർമ്മിച്ച് വീണ്ടും പറയുമ്പോൾ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ മാറ്റങ്ങൾ വരിക. അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു 18 വയസ്സായ ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു 19-20 വയസ്സായ ഒരാൾ, ഒരു കുട്ടി വീട്ടുകാരുമായിട്ട് ഭയങ്കര പ്രശ്നം. ഉദാഹരണം ജസ്റ്റ് പറയാം, ആരോടെങ്കിലും ലവ് അഫെയർ ഉണ്ട്, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിൽ, പ്രത്യേകിച്ച് പെൺകുട്ടിയാണെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അഫെയർ ഉണ്ട്, അത് ഒരു നിലക്കും നല്ല ബന്ധമല്ല എന്ന് വീട്ടുകാർക്ക് ഉറപ്പായിട്ട് തോന്നുകയാണ്. കാരണം അവന് പല പ്രശ്നങ്ങളും ഉണ്ടാവാം. വീട്ടുകാർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ വീട്ടുകാർ പല തരത്തിലുള്ള പിന്നെ എതിർപ്പുകൾ നല്ല രീതിയിൽ പലപ്പോഴും ക്യാൻവാസ് ചെയ്യാനും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ പെൺകുട്ടി അതൊന്നും സമ്മതിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, പ്രണയം തലക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആ സമയത്ത് അവരാ പിന്നെ എന്താണ് പാർട്ട്ണറുടെ വെറും പോസിറ്റീവുകൾ മാത്രമേ കാണുള്ളൂ, നെഗറ്റീവുകൾ ചിന്തിക്കുക പോലും ചെയ്യൂല. ഓക്കെ, കണ്ടാൽ പോലും അതിനെ പോസിറ്റീവ് ആക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ സമയങ്ങളിൽ പിന്നെ വീട്ടുകാർ എതിർക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വീട്ടുകാരോട് ഭയങ്കര ദേഷ്യമായിരിക്കും, എതിർപ്പായിരിക്കും. വീട്ടുകാരെ
ഇട്ടെറിഞ്ഞു പോവും. ഓക്കെ. മാത്രമല്ല വീട്ടുകാരെ പലതരത്തിൽ കുറ്റപ്പെടുത്തും. പല നെഗറ്റീവുകളും ആ സമയത്ത് വീട്ടുകാരെ കുറിച്ച് ഫീൽ ചെയ്യും. ഫാദർ മര്യാദയ്ക്ക് നോക്കിയിട്ടില്ല, പിന്നെ മദർ മര്യാദയ്ക്ക് കെയർ ചെയ്തിട്ടില്ല, എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എന്നൊക്കെ ഭയങ്കരമായിട്ട് വീട്ടുകാരെയും പിന്നെ സഹോദരന്മാരെ അടക്കം കുടുംബക്കാരെ അടക്കം കുറ്റം പറയുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും അത്. ഓക്കെ. ഇത്തരം കുട്ടികളെ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഉടനടി വീട്ടുകാരുടെ നന്മയും കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ അവർ ആക്സെപ്റ്റ് ചെയ്യൂല. സ്വാഭാവികമായിട്ടും അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അവർക്ക് പിന്നെ അവരുടെ വീട്ടുകാരെ കാണാൻ പോലും ഇഷ്ടമുണ്ടാവില്ല. ഓക്കെ. കുറ്റങ്ങൾ മാത്രമായിരിക്കും പറയാം. ഈ സമയങ്ങളിലൊക്കെ സാധാരണ ഇത്തരം കുട്ടികളോട് ഒന്ന് നന്നായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ പിന്നെ ഉള്ള വീട്ടുകാരോടുള്ള വിരോധവും ദേഷ്യവും മെല്ലെ 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 മാറ്റിയെടുത്ത് അവരോട് പറയാറുണ്ട്, നിങ്ങൾ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ മദറിൻ്റെ അമ്മയുടെ വയറ്റിൽ പ്രഗ്നൻസി പീരീഡ് മുതൽ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ അമ്മ അനുഭവിച്ച സംഭവങ്ങൾ മുതൽ പ്രസവിച്ചതിന് ശേഷം ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരോട് ഒന്നിങ്ങനെ ആലോചിച്ച് അവരുടെ ഒരു മനസ്സിൽ എന്താണോ പിക്ചർ എന്നുള്ളത് ഇങ്ങനെ പറയിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ അവരിങ്ങനെ ആലോചിക്കും കുറേ കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിങ്ങനെ ആലോചിച്ച് വരും ഓരോരോ സംഭവങ്ങൾ. ചെറിയ പ്രായത്തിൽ എന്നെ ചെറുപ്പത്തിൽ വളർത്തിയത് മുതൽ എൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും ഇഷ്ടത്തോടു കൂടിയിട്ട് ഏറ്റവും അറപ്പുള്ള കാര്യങ്ങൾ, ഏറ്റവും വെറുപ്പുള്ള കാര്യങ്ങൾ പോലും ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. മക്കളൊക്കെ ശരീരത്തിൽ നമ്മുടെ പിന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂത്രമൊഴിക്കുക അപ്പിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്ര വെറുപ്പുണ്ടാകും, ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. പക്ഷെ അതുപോലും സ്വന്തം മക്കളായതുകൊണ്ട് ഒരു വെറുപ്പും തോന്നാതെ മക്കളെ വളർത്തി. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഓരോ കാര്യം മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഫാദർ എത്രത്തോളം പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് സ്നേഹിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇങ്ങനെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതിയിൽ ഓരോന്നോരോന്നായിട്ട് അവർക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കൊടുത്ത് കൂടെ അവർക്ക് ഓർക്കാൻ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ആ സമയത്തായിരിക്കും അതുവരെ രക്ഷിതാക്കളെ കുറിച്ചോ വീടിനെ കുറിച്ചോ ചിന്തിക്കാത്തവരിങ്ങനെ മെല്ലെ മെല്ലെ ചിന്തിച്ചു തുടങ്ങാം. ഓക്കെ. ഒറ്റയടിക്ക് പിന്നെ അവരോട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, 10 മാസം ഗർഭം ചുമന്ന അമ്മയല്ലേ ഇന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് 4 ചീത്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനേക്കാൾ വലിയ കൗണ്ടർ ഇങ്ങോട്ട് പറയും. സ്വാഭാവികമായിട്ടും അപ്പോൾ അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുക അല്ലെങ്കിൽ പറയിപ്പിക്കുകയോ ചെയ്യണം. എങ്ങനെ ചെയ്യിപ്പിക്കണം? ആ രീതിയിലേക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം കേട്ടോ. കാരണം ഇതിങ്ങനെ വളരെ ഇമോഷണലായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും ആ സമയം. അപ്പോൾ നന്നായിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിക്കുക. അപ്പോൾ അവരിങ്ങനെ ആലോചിക്കും. അപ്പോൾ ആലോചിക്കുമ്പോഴാണ് പലതും ഓർമ്മ വരിക. ഓക്കെ. അതിങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. അത് ഈ പിന്നെ പ്രായമാകുന്ന സമയത്ത് രക്ഷിതാക്കളൊക്കെ കുറച്ച് ഓവർ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് മക്കളെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന സംഭവമുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ള കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നതല്ല, വീട്ടിലേക്ക് വന്നതാണ്. അപ്പം അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞ് പിന്നെ മോന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എന്നോട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. ഒന്നുമില്ല, അവനല്ല പ്രശ്നം, അവൻ്റെ ഭാര്യയാണ് പ്രശ്നം. അവളാണെല്ലാം ഇങ്ങനെ തിരിപ്പുണ്ടാക്കുന്ന ആൾ. അവളിങ്ങനെ പിന്നെന്താണ് മൂപ്പിച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് അവനിങ്ങനെ സ്വഭാവം മാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തത്, ഞാൻ പോവാണ് കുടുംബക്കാരുടെ അടുത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് പോയി. ഓക്കെ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുമ്പേ ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങൾ ഈ സ്ത്രീയുടെ സംസാരത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് ആ കുടുംബത്തിൽ പ്രധാനമായിട്ടുള്ളത്, ഈ പ്രായമുള്ള സ്ത്രീയുടെ. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മോനെ അടക്കം കുറ്റം പറയാണ്. മോന് ഇത്രയും കാലം എന്നെ നോക്കിയിട്ടില്ല, ഞാനാണ് അവൻ എല്ലാ കാലവും നോക്കിയത്, അവന് ഇപ്പം 38 വയസ്സായി, ഇതുവരെ അവൻ എന്നെ കാര്യമായിട്ട് സ്നേഹിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല എന്നൊക്കെ അങ്ങനെ ഭയങ്കര കുറ്റങ്ങളാണ്. മനസ്സിലിങ്ങനെ നെഗറ്റീവ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു, വെറുതെ. അപ്പോൾ നിങ്ങളുടെ അന്ന് പിന്നെ കാല് പൊട്ടിയിട്ട് ഹോസ്പിറ്റലിൽ അവൻ തന്നെ ആയിരുന്നില്ലേ ഒരു ഏകദേശം 1.5 മാസത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ വെറുതെ ചോദിച്ചു. അപ്പം പറഞ്ഞു ആ സമയത്ത് ശരിയാണ്, അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ വെറുതെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു. എനിക്ക് അറിയുന്ന ഫാമിലി ആയതുകൊണ്ട് ആ സമയത്ത് അപ്പം വേറെ ഇതിനു മുമ്പ് അത് സമാനമായ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ സമയത്തും പിന്നെ നിങ്ങൾക്ക് അത്രയും അവന് ക്യാഷ് തരികയും നിങ്ങളെ കൂടുതൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയും കാര്യങ്ങളൊക്കെ ചെയ്തത് അവനല്ലേ എന്ന് വെച്ചപ്പോൾ അതൊക്കെ ചെയ്തത് അവൻ തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും എന്നാൽ പിന്നെ പോണ്ടല്ലേ എന്ന് വെച്ചു എന്നോട്. ഞാൻ പറഞ്ഞു പോണ്ട, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ നമ്മളെ ചിന്തിക്കുന്ന ഇത് വലിയ സംഭവമൊന്നുമല്ല, നമുക്ക് അവരെ
ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആലോചിച്ച് ശരിയാക്കാവുന്നതേ ഉണ്ടാവുള്ളൂ. ഉം. അപ്പോൾ എന്താ പറഞ്ഞത്, എന്താ പറയാൻ കാരണം എന്താ, ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, അവരെ കൊണ്ട് ഓർമ്മിപ്പിച്ചെടുക്കണം. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങൾ ഫീഡ്ബാക്ക് എങ്ങനെ ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു, ഒറ്റ വാക്കിൽ പറയാല്ല വേണ്ടത്. നമ്മൾ ഒരു തെറാപ്പി ഒരു ആക്ടിവിറ്റി തന്നപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് മാറ്റങ്ങൾ വന്നത്, ഇപ്പോൾ നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ എന്താണ്, വീട്ടിലെ സാഹചര്യങ്ങൾ എന്തായിട്ടുണ്ട്, അവരും കൂടി സഹകരിക്കുന്നുണ്ടോ, അങ്ങനെ 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 ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരിങ്ങനെ ഓരോന്ന് പറയും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ദെൻ ഇറ്റ് ഹെൽപ്സ് ടു, എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും, ഇതിനെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ആ, നിർബന്ധമായിട്ടും നമ്മുടെ രീതി മാറ്റേണ്ടി വരും. ആ, അങ്ങനെ പറയൂല. കാരണം അത് നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലാന്ന് അവർ പറയുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏകദേശം ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേജോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യും, മനസ്സിലാവും. അത്രയും ലോങ്ങിലേക്കൊന്നും പോകില്ല. ഓക്കെ. പിന്നെ ഇപ്പൊ ഞാൻ അതിപ്പോ നമ്മൾ ഇപ്പൊ ഈ റെമഡിയൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടക്കുന്ന സമയത്ത് അസസ്മെന്റ് നടത്തിയിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുക, സാധാരണ എടുക്കാറുള്ളത്. അപ്പോൾ രക്ഷിതാക്കൾ തുടക്കത്തിൽ പല നെഗറ്റീവും പറയാറുണ്ട്. എന്ത്, എൻ്റെ മോനെ ശരിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കാൻ സാധ്യത കുറവാണെന്നൊക്കെ പറയും. ഭയങ്കര പ്രശ്നമാണ്, എന്നാലും ഞാൻ വെറുതെ ഒന്ന് കൊണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരിക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളോട് പറയും സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, സംസാരത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, പഠിക്കാൻ താല്പര്യം വന്നിട്ടുണ്ട്, ഇങ്ങനെ 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 പറയും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഈ കുട്ടികൾ നമുക്ക് ഒരിക്കലും മാറൂല എന്ന് തോന്നുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ടീച്ചർക്ക് മനസ്സിലാവും കൃത്യമായിട്ട്. ഒന്ന് രണ്ട് ഒരു നാലഞ്ച് ക്ലാസ്സുകൾ ഞങ്ങൾ ആദ്യം തന്നെ പറയാറുണ്ട്, ഒരു 10 ക്ലാസ്സൊക്കെ നോക്കിയിട്ടേ ബാച്ചിൽ ഞങ്ങൾ ആ കുട്ടിയെ കണ്ടിന്യൂ ചെയ്യിക്കുള്ളൂ എന്ന് തുടക്കത്തിൽ പറയാറുണ്ട്. അപ്പോൾ ഒരു 10 ക്ലാസ്സോട് കൂടി ടീച്ചർക്ക് കാര്യങ്ങൾ മനസ്സിലാവും, നിർത്തണോ വേണ്ടോ എന്നുള്ളത്. ഇനി നിർത്താതെ പഠിപ്പിക്കാതെ വിട്ട കുട്ടികളും ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നമ്മളിതൊരു പ്രൊഫഷനായിട്ട് കാണണം. പ്രൊഫഷനായിട്ട് ചെയ്യുമ്പോൾ പ്രൊഫഷണലായ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇതിന് റിസൾട്ട് ഓറിയൻറ്റഡ് ആകുന്നത്. ഓക്കെ, ദെൻ പോട്ടെ. ഇറ്റ് ഹെൽപ്സ് ടു സീ വാട്ട് ഹാസ് ഇംപ്രൂവ്ഡ്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നതെന്ന് നമുക്കിത് വിലയിരുത്താൻ പറ്റും. ദെൻ ലേൺ വാട്ട് സ്റ്റിൽ നീഡ്സ് ഹെൽപ്പ്, എന്തൊക്കെയാണ് ഇനി എന്തൊക്കെയാണ് സഹായങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അഡ്ജസ്റ്റ് എ പ്ലാൻ ഇഫ് നീഡഡ്, ആവശ്യമെങ്കിൽ പ്ലാൻസിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. പിന്നെന്താ പറഞ്ഞത്, ഗെറ്റ് റെഡി ടു എൻഡ് കൗൺസിലിംഗ് ആൻഡ് ഇൻ എ ഹെൽത്തി വേ, ഒരു നല്ല ആരോഗ്യകരമായ മാർഗത്തിൽ കൗൺസിലിംഗ് അവസാനിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. ആരോഗ്യകരമായ മാർഗം എന്ന് പറയാൻ കാരണം, ചില കൗൺസിലിംഗ് സെഷനുകൾക്ക് പിന്നെ നിർത്താനാകുന്ന സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫീസ് പറയുമ്പോൾ അവർ പ്രതീക്ഷിച്ചത് ചിലപ്പം വളരെ ചെറിയ പൈസയും നമ്മൾ പറയുന്നത് അതിൻ്റെ 4 ഇരട്ടി പൈസയായിരിക്കും. ഓക്കെ, അതോടുകൂടി ചിലപ്പം അതുവരെ ഉണ്ടായ റാപ്പോ ഒക്കെ എന്ത് ചെയ്യും, എല്ലാം കൊണ്ട് ഈ ചീട്ട് കൊട്ടാരം തകർന്നടിയ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ പൊളിയാനും സാധ്യതയുണ്ട്. കാരണം അതുവരെ വളരെ ഹാപ്പി ആയിട്ട് കൗൺസിലിംഗ് ചെയ്ത് ഇത്രയും പൈസയോ എന്ന് അവർ ചിലപ്പോൾ ചിന്തിക്കുക പോലും ഇല്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളെക്കുറിച്ച്, നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ സെഷനെ കുറിച്ചും നമ്മളെന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ അവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. കൊടുത്തെങ്കിൽ മാത്രമേ മാനസികമായിട്ട് അവരെന്ത് ചെയ്യുള്ളൂ, അതിനൊന്ന് പ്രിപ്പയർ ആവുള്ളൂ. ഇല്ലെങ്കിൽ പൈസ തന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുറ്റം നാട്ടുകാരുടെ മുഴുവൻ എന്തായിരിക്കും, നമ്മൾ ചെയ്ത കംപ്ലീറ്റ് കുറ്റമായിരിക്കും. നല്ല മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നായിരിക്കും പറയാം. നമ്മളോടുള്ള ദേഷ്യം അടക്കി കാരണം. ഓക്കെ, ചിലപ്പം യൂട്യൂബ് എടുത്ത് അല്ലെങ്കിൽ എന്താണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു സ്റ്റോറി അങ്ങോട്ട് നമ്മുടെ കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ട് കണ്ടോ, കംപ്ലീറ്റ് പകൽ കൊള്ളയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അടിച്ചങ്ങോട്ട് വിടും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ ഒരു നമ്മളെന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച്, ഒന്നാമത്തെ സ്റ്റേജ് നല്ല റാപ്പോ ഉണ്ടാക്കാനുള്ളതാണ്. അതിൽ തന്നെ എന്താണ്, നമ്മളെന്താണെന്നും നമ്മളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ധാരണ കൊടുക്കാം. ഞാനതിൽ പറഞ്ഞിരുന്നു എന്താണ് കൗൺസിലിംഗ് എന്നും എങ്ങനെയാണ് കൗൺസിലിംഗ് നടക്കുക എന്നും കൗൺസിലിങ്ങിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നൊക്കെ ക്ലയൻറ്റിനെ ഒന്ന് മനസ്സിലാക്കി കൂടി കൊടുക്കുന്ന ഒരു സ്റ്റേജാണ് 1, 2 സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. 1, 2 സ്റ്റേജൊക്കെ ഉപയോഗിക്കാം കേട്ടോ.
അതൊക്കെ ഓ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾക്ക് ഒരു ക്ലിനിക്കൊക്കെ ഇട്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ പ്രധാനപ്പെട്ടതാണ്. അതെ. ഞാൻ വരികയാണെങ്കിൽ ആ രീതിയിൽ തന്നെ സമീപിക്കണം. പിന്നെ ചെറിയ പൈസ നിങ്ങൾ വാങ്ങണം, കാരണം ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു ലോങ് പ്രോസസ്സാണ് ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിനനുസരിച്ച് ചെലവും സമയവും പിന്നെ അധ്വാനവും നമ്മുടെ എല്ലാം മാറ്റി വെച്ചിട്ടാണ് കൗൺസിലിങ്ങിന് ഇരിക്കുക. ഒരു പൈസ കൊടുത്തിട്ട് മാറുന്ന പ്രോഗ്രാം അല്ലല്ലോ. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ രാവിലെ പോയാൽ പിന്നെ വലിയ ക്യൂ കാണാം, ബിവറേജസിന്റെ മുമ്പിൽ കാണുന്ന പോലെ അതിനേക്കാൾ വലിയ ക്യൂ കാണാം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. സ്ത്രീകൾക്ക് വേറെ സെഷൻ, ക്യൂ ആണുങ്ങൾക്ക് ഇപ്പുറത്ത് വേറെ സെഷൻ, പ്രായമായവർക്ക് വേറെ സെഷൻ, കുട്ടികളെടുത്തിരിക്കുന്നവർക്ക് വേറെ സെഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ആളുകൾ വരുന്നുണ്ട്. ഇവരൊക്കെ ഒരു വൈകുന്നേരം 3 മണിയോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ഡോക്ടറെ കണ്ട് ഒരു 9 മണിക്ക് 9:30 ആയിരിക്കും ഡോക്ടർ വരിക. പിന്നെ ഒരു 2 മണി വരെ ആയിരിക്കും ചിലപ്പോൾ ഡോക്ടർ നോക്കുക. അതിനിടയ്ക്ക് ഡോക്ടർ ചിലപ്പോൾ ചായ കുടിക്കാനൊന്ന് പുറത്ത് പോകും, പിന്നെ ചിലപ്പോൾ റൗണ്ട്സിന് പോകും. ഇതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ ഒരു 10 പിന്നെ 100 ആളെങ്കിലും ഡോക്ടർ നോക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ഡോക്ടർക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മുടെ കാര്യങ്ങൾ പോലും പൂർണ്ണമായിട്ട് കേൾക്കണം എന്നുണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മളെ കാണുന്നു, പറയുന്നു, എഴുതുന്നു, വിടുന്നു. അത്രയേ ഉള്ളൂ സംഭവം. അസുഖം നമുക്ക് മാറുകയും ചെയ്യും. ഓക്കെ. പക്ഷേ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ ചുരുങ്ങിയത് 2 മണിക്കൂർ ചിലവഴിക്കേണ്ടി വരും. ഓക്കെ, ചിലപ്പോൾ കേട്ടോ, എല്ലാവരുടെ കാര്യത്തിലും അല്ല പറയുന്നത്. അപ്പോൾ അതിന് സമയമുണ്ട്, നല്ല സമയം എടുക്കും. അപ്പോൾ അതിന് ഇത്രയും വലിയ പ്രോസസ്സാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്കെന്താ ഈ ഫീൽഡിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ. മാത്രമല്ല, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മെൻ്റൽ ഹെൽത്താണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. പിന്നെ ഒരു തലവേദനക്ക് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞാൽ വീണ്ടും തലവേദന വരും, വീണ്ടും കാണിക്കും. പനി വരുന്നാൽ കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രാവശ്യം കാണിച്ച് മരുന്ന് കുടിക്കുന്നതും ഒരു മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ് നടത്തിയിട്ട് മനസ്സും പിന്നെ ചിന്താഗതിയൊക്കെ പോസിറ്റീവാക്കി പിന്നീട് പല പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ ഒരൊറ്റ കൗൺസിലിംഗ് കൊണ്ട് അതിൻ്റെ ഉപകാരം കിട്ടുമെങ്കിൽ അത് പിന്നെ കുറേ മരുന്ന് കുടിക്കുന്ന പൈസ തന്നെ ആവുള്ളൂ ഇവിടെ ഒരു കൗൺസിലിംഗ് നടത്തുമ്പോൾ ആവുള്ളൂ. ഓക്കെ. അപ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചെയ്യുന്ന ഗുണത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റണം. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നത്, ഈ ഒരു മെത്തേഡൊക്കെ ഉപയോഗിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാസ്റ്റിംഗ് ആണ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തേക്കുള്ളതായിരിക്കും ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ആ രീതിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൗൺസിലിംഗ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് പൈസ വാങ്ങാം. പൈസയൊക്കെ നിങ്ങളുടെ വലുപ്പം എത്രത്തോളമാണ് എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, പൈസ ഈടാക്കേണ്ടത്. നിങ്ങൾക്കൊരു നല്ല വില ഇടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, വില ഇട്ട് പോവാം. ചില ആളുകളൊക്കെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് വിളിക്കണമെങ്കിൽ ചിലപ്പോൾ 2 ലക്ഷം 3 ലക്ഷം കൊടുക്കേണ്ടി വരും. അവർക്ക് ആ 3 ലക്ഷം വില ഇട്ടത് ആരായിരിക്കും, അവർ തന്നെ ആയിരിക്കും. ഓക്കെ. ചെറിയ പൈസക്ക് വിളിക്കുന്ന ഒരു 10,000 20,000 രൂപക്ക് വിളിക്കുമ്പോൾ അവർ പോകില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും പോലും അവർ വിചാരിക്കുന്ന എന്താണ്, ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എൻ്റെ ക്ലാസ്സിനെ എടുക്കുന്നവർ വിളിക്കുമ്പോൾ ഞാൻ പോകും, അപ്പോൾ കിട്ടിയാൽ മതി അവസരങ്ങൾ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അങ്ങനെ അവർ 2 ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് 10,000 രൂപയ്ക്ക് ചിലപ്പം 20 ക്ലാസ് എടുക്കുന്നതിൻ്റെ ഗുണമായിരിക്കും 2 ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എത്രത്തോളം നമുക്ക് വാല്യൂ ഇടുന്നുണ്ടോ അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, നമുക്ക് പിന്നെ ബെനിഫിറ്റ് ഉണ്ടാകുക. ഓക്കെ. ചെറിയ പൈസക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല ഡോക്ടേഴ്സൊക്കെ ചെറിയ പൈസക്ക് ചികിത്സിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെയും ഡിപ്പെൻസ് ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞത്, ഇറ്റ് ഹെൽപ്സ് ടു സീ വാട്ട് വാസ് ഇംപ്രൂവ് അല്ലേ, പറഞ്ഞല്ലോ അല്ലേ. ഇനി പിന്നെന്താണ്, ഒന്ന് റിവ്യൂ വാട്ട് ഹാസ് ഹാപ്പൻഡ് സോ ഫാർ. ഇതുവരെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് ഒന്ന് വിലയിരുത്താം. 5ാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ എന്ന് വിലയിരുത്തേണ്ട സ്റ്റേജാണ്. ദ കൗൺസിലർ ആൻഡ് ക്ലൈൻറ്റ് ടോക്ക് അബൌട്ട് എവറിത്തിങ് ദാറ്റ് ഹാസ് ബീൻ ഡൺ അൺടിൽ നൗ. അല്ലേ, കൗൺസിലിംഗ് തുടങ്ങി അതുമുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ രണ്ടുപേരും ഒന്ന് പരസ്പരം സംസാരിക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പരസ്പരം സംസാരിപ്പിക്കുക അല്ലെങ്കിൽ ഓർത്ത് പറയിപ്പിക്കുക എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ഓക്കെ. എന്താണ് ജസ്റ്റ് അടുത്തെന്താ പറഞ്ഞത്, വാട്ട് വാസ് ദ ക്ലയൻസ് പ്രോബ്ലം അറ്റ് ദ ബിഗിനിങ്. ചോദിക്കുക, നിങ്ങൾ എന്തിനാ വന്നത്, എന്തായിരുന്നു തുടക്കത്തിൽ നിങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് ചോദിക്കാം. നമുക്കറിയാം, കൗൺസിലർക്ക് അറിയാം, എങ്കിലും ചോദിക്കാം. ഓക്കെ. അപ്പോൾ അവർ പറയും, ഓർത്ത് പറയും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവരൊരു 4 കാര്യം പറഞ്ഞിട്ടുണ്ടാവും തുടക്കത്തിൽ, അതിനൊക്കെ ആയിരിക്കും നമ്മൾ ആക്ടിവിറ്റി കൊടുത്തത്. പക്ഷേ ഈ ലാസ്റ്റ് ഈ ഫീഡ്ബാക്ക് സ്റ്റേജ് സമയത്ത്, ഇവാലുവേഷൻ സമയത്ത് ചിലപ്പോൾ അവർ പറയുന്നതിൽ ചിലപ്പോൾ ഒരു 3 കാര്യങ്ങളെ ഓർത്ത് പറയുന്നുണ്ടാവുള്ളൂ. അപ്പം കൗൺസിലർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ അന്ന് വന്നപ്പോൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഓർമ്മയില്ലേ, ഒരു പ്രശ്നം കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ അവർ വീണ്ടും ആലോചിക്കും, എന്തായിരിക്കും ഞാൻ ആ പറഞ്ഞത്, 3 പറഞ്ഞത്, അല്ല നിങ്ങൾ 4 പറഞ്ഞിരുന്നു. അപ്പോൾ വീണ്ടും ആലോചിക്കും, ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ ആലോചിക്കും, ശരിയാണ്, ഞാൻ അതും കൂടി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാനിവിടെ വന്നത്, അതിനൊക്കെ നമുക്ക് പരിഹാരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കലും കൂടിയാണ്. ഓക്കെ, ദെൻ വാട്ട് ആക്ഷൻ ഹാവ് ദേ ടേക്കൺ, എന്തൊക്കെയാണ് നമ്മൾ പിന്നെ ചോദിക്കേണ്ടതാണ്. നമ്മളപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ഇതുവരെ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങോട്ട് ചോദിക്കുകയാണ് കൗൺസിലിയോട് അല്ലെങ്കിൽ ക്ലയൻറ്റിനോട്. അപ്പോൾ അവരിങ്ങനെ ആലോചിച്ച് പറയും. ഇത് വളരെ പിന്നെ എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. പിന്നെന്താണ്, വാട്ട് ചേഞ്ചസ് ഹാവ് ദേ മെയ്ഡ് അല്ലേ, പിന്നെ എന്തൊക്കെയാണ് ഇത് ശേഷം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ ചോദിപ്പിക്കുക. അതും ഇങ്ങനെ ആലോചിച്ച് അവരിങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ ഒരു ഫീഡ്ബാക്ക് എടുക്കലാണല്ലോ. ഉദാഹരണത്തിന്, ഇഫ് എ ക്ലൈൻറ്റ് കെയിം വിത്ത് ആങ്സൈറ്റി, വലിയൊരു ആങ്സൈറ്റി ആയിട്ട് ഒരു ക്ലൈൻറ്റ് വന്നു. ദേ മേ ടോക്ക് അബൌട്ട് ഹൗ ദേ ഹാവ് ബീൻ സ്ലീപ്പിംഗ് ബെറ്റർ ഓർ ഫീലിംഗ് മോർ കാം ആഫ്റ്റർ ഫ്യൂ സെഷൻ. അപ്പോൾ വലിയ പ്രശ്നം, ആങ്സൈറ്റി ഡിസോർഡർ ഒക്കെ ആയിട്ട് ഒരാൾ വന്നു. അവരിങ്ങനെ കുറച്ച് പിന്നെ ഒരു 2-3 സ്റ്റേജ് കഴിഞ്ഞു, അല്ലെങ്കിൽ 4 സ്റ്റേജൊക്കെ കഴിഞ്ഞു. അവരെയാണ് നമ്മൾ ഫീഡ്ബാക്കിന് ഇരുത്തുന്നതെങ്കിൽ അവരോട് ചോദിക്കാം, എന്താണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്താണ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ, എന്തായിരുന്നു നിങ്ങൾ മുമ്പ് അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ ഭയങ്കര പേടി തോന്നുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, ദിസ് ഹെൽപ്സ് ബോത്ത് ദ ക്ലൈൻറ്റ് ആൻഡ് കൗൺസിലർ സീ ദ പ്രോഗ്രസ് ക്ലിയർലി. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 പേർക്കും, ഡോക്ടർക്കും അല്ലെങ്കിൽ കൗൺസിലർക്കും ഇതൊന്നും കൂടി ഓർത്തെടുക്കാൻ പറ്റും. കാരണം കൗൺസിലർ ഒരാളെ മാത്രമല്ലല്ലോ കൗൺസിൽ ചെയ്യുക, ഒരുപാട് ആളെ കൗൺസിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി മനസ്സിൽ കിടക്കുന്നതൊന്നും പിന്നെ ഓർത്തിങ്ങനെ വെക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അവർ പറയുമ്പോൾ എന്ത് ചെയ്യും, ഒന്നും കൂടി വീണ്ടും ആലോചിച്ച് ഒന്ന് ഓർത്തെടുക്കാൻ 2 കൂട്ടർക്കും സഹായിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്, ബി, ചെക്ക് ദ ഗോൾസ്. പറഞ്ഞ ഗോൾസ്, ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, ആ ലക്ഷ്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. എന്താണ്, അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കൗൺസിലിംഗ് ദേ മെയ്ഡ് സം ഗോൾസ് ടുഗദർ അല്ലേ. തുടക്കത്തിൽ 2 കൂട്ടരും കൗൺസിലറും കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഗോൾസ് ഒക്കെ. അപ്പോൾ അത് ചോദിക്കുകയാണ്, ഡിഡ് ദ ക്ലൈൻറ്റ് റീച്ച് ദീസ് ഗോൾസ്, ചോദിക്കുകയാണ്. എന്താണ്, ക്ലൈൻറ്റ് നിങ്ങൾ ഈ ഒരു ഗോൾസ് ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ, ആർ ദ ഗോൾസ് സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ്, ഇപ്പോഴും നിങ്ങൾക്ക് അന്ന് പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ ലക്ഷ്യങ്ങൾ തന്നെയാണോ ഇപ്പോഴും ഇമ്പോർട്ടൻറ്റ്, അതിലേക്ക് തന്നെയാണോ നിങ്ങൾ എത്താൻ ഉദ്ദേശിക്കുന്നത്. ഡു ന്യൂ ഗോൾസ് നീഡ് ടു ബി ആഡഡ്, ഇനി പുതിയ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ, ഗോൾസ് ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ ആഡ് ചെയ്യേണ്ടതുണ്ടോ, ചോദിക്കാം. ഓക്കെ, അങ്ങനെ ചോദിക്കുമ്പോൾ അവരും എന്ത് ചെയ്യും, നന്നായിട്ട് ആലോചിച്ച് പറയും. അപ്പോൾ ചില ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് എഴുതി വാങ്ങിക്കുന്ന പ്രോസസ്സ് നടക്കാറുണ്ട്. നല്ലൊരു ട്രെയിനിങ് സെഷൻ നടന്നു കഴിഞ്ഞാൽ എന്തിനാണ് ഫീഡ്ബാക്ക് എഴുതി വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സമയം മതിയാവില്ല. അപ്പോൾ ഫീഡ്ബാക്ക് എഴുതി വാങ്ങിക്കുന്നത് അവർക്ക് ആലോചിച്ചെഴുതാനാണ്. ആലോചിച്ചെഴുതുമ്പോൾ തുടക്കം മുതൽ പിന്നെ അവസാനം വരെ സെഷൻ ഇരുന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ അത് ട്രെയിനർ, ഇപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ടത് എന്താണ്, ട്രെയിനർ നമ്മളെന്നെ എന്ത് ചെയ്യും, തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കും. അതിലൂടെ അവരോട് ഫീഡ്ബാക്ക് ചോദിക്കും. അപ്പോൾ അവർക്ക് ഓരോന്ന് ഓർത്ത് ഫീഡ്ബാക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കും ഗുണമാണ്, പിന്നെ പറയുന്ന ആൾക്കും ഗുണമാണ്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് കൗൺസിലിങ്ങിലും. ഓക്കെ, അപ്പോൾ ആർ ദ ഗോൾ സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ്, ഇപ്പോഴും ഗോൾ ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ ഡു ന്യൂ ഗോൾസ് നീഡ് ടു ബി ആഡഡ്, ഇനി പുതിയ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ അതിൻ്റെ കൂടെ ചേർക്കണോ, ഇതൊക്കെ ചോദിക്കാം. ഓക്കെ, ദെൻ പിന്നെന്താ പറഞ്ഞത്, ദിസ് ഹെൽപ്സ് ദ കൗൺസിലർ നോ ഇഫ് കൗൺസിലിംഗ് ഈസ് മൂവിങ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ കൗൺസിലർക്ക് മനസ്സിലാക്കാം എന്ത്, നമ്മുടെ കൗൺസിലിംഗ് കറക്റ്റ് റൂട്ടിലൂടെ തന്നെയാണ് പോകുന്നതെന്ന് വിലയിരുത്താൻ പറ്റും. ഓക്കെ, പിന്നെന്താണ്, സി, ആസ്ക് ഫോർ ദ ക്ലയൻറ്റ്സ് ഒപ്പീനിയൻ, ക്ലയൻറ്റിൻ്റെ ഫീഡ്ബാക്ക് ചോദിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താ ഫീഡ്ബാക്ക്, ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് കൗൺസിലിംഗ് സെഷൻ, നിങ്ങൾക്ക് ഈ കൗൺസിലിംഗ് സെഷൻ കൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വന്ന ഫീലിംഗ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ ഡിഡ് യു ഫൈൻഡ് ദ ടെക്നിക്സ് ഹെൽപ്ഫുൾ, നമ്മളിപ്പോൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഫീഡ്ബാക്ക് ഒക്കെ എടുക്കാൻ പറ്റും. ക്ലിയർ, വോയിസ് ഒക്കെ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം ഫീഡ്ബാക്ക് ഹെൽപ്സ് ദ കൗൺസിലർ അണ്ടർസ്റ്റാൻഡ് ദ ക്ലയൻസ് ബെറ്റർ ആൻഡ് ഇംപ്രൂവ് ദ സെഷൻ. അപ്പോൾ ജനങ്ങൾ പല രീതിയിലാണ്. നമ്മൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്ന പല സാധനങ്ങളും എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. നമ്മൾക്ക് തൊട്ട് മുമ്പ്
പിന്നെ ഒരാൾ വന്നു, നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. പിന്നെ വരുന്ന ആൾ അതേ പ്രശ്നമാണ് പറയുന്നതെങ്കിൽ പോലും അതേ സൊല്യൂഷൻസ് കൊണ്ട് ഒരുപക്ഷെ അയാൾക്ക് തൃപ്തിയാവണമെന്നില്ല. ജനങ്ങൾ പലതരത്തിലല്ലേ അല്ലേ? പിന്നെ വ്യത്യസ്ത തരത്തിലാണ് ഓരോരുത്തരുടെയും ക്യാരക്ടർ, വ്യത്യസ്ത രീതിയിലാണ് ഓരോരുത്തർ ചിന്തിക്കുന്നത്, വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് അല്ലേ? അപ്പോൾ എല്ലാവരും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. ഓക്കെ, ദെൻ ഡി, ഐഡൻറ്റിഫൈ എനി പ്രോബ്ലം ദാറ്റ് സ്റ്റിൽ റിമൈൻസ്. ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ, ആ പറഞ്ഞ പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ ഇനിയും എന്തെങ്കിലും ശരിയാവാത്തതുണ്ടോ എന്നുണ്ടെങ്കിൽ അതൊന്നും എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ ഈവൻ ഇഫ് ദ മെയിൻ പ്രോബ്ലം ഈസ് ഇംപ്രൂവിങ്, സം സ്മോളർ പ്രോബ്ലം മേ സ്റ്റിൽ എക്സിസ്റ്റ് അല്ലേ? വലിയ പ്രശ്നം ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ എപ്പോഴും അതിൻ്റെ കൂടെ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ചിലപ്പം കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, ദെൻ ദ കൗൺസിലർ ആൻഡ് ക്ലൈൻറ്റ് ടോക്ക് അബൌട്ട്. രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് എന്തൊക്കെയാണ്? വാട്ട് ഇഷ്യൂസ് ആർ സ്റ്റിൽ ബോദറിങ് ദ ക്ലൈൻറ്റ്. എന്താണ് ഇപ്പോഴും ക്ലൈൻറ്റിനെ ബോദർ ചെയ്യുന്ന പ്രശ്നങ്ങൾ, ഇഷ്യൂസ് എന്തൊക്കെയാണ്? വാട്ട് സിറ്റുവേഷൻ സ്റ്റിൽ മേക്ക് ദം ഫീൽ ബാഡ് ഓർ സ്റ്റക്ക് അല്ലേ? എന്താണ് ഇപ്പോഴും അവർ മാനസികമായിട്ട് സ്റ്റക്കായി പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? ഇതൊന്ന് പരസ്പരം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അവരെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലെ അറ്റ്മോസ്ഫിയർ ഒക്കെ കൗൺസിലർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഫൈൻഡിങ് ആൻഡ് ഡിസ്കസിങ് ലെഫ്റ്റ് ഓവർ പ്രോബ്ലംസ് ഹെൽപ്സ് വിത്ത് ഡീപ്പർ ഹീലിംഗ് അല്ലേ? അപ്പോൾ അതായത് പ്രശ്നത്തിൻ്റെ മുകളിൽ ചർച്ച ചെയ്യലും പിന്നെ അതിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കലും അല്ലെങ്കിലൊക്കെ ഡീപ്പ് ഹീലിംഗ്, അതായത് നന്നായിട്ട് തന്നെ പ്രശ്നം ഉള്ളിലേക്ക് തന്നെ അതിനെ പിന്നെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ ഫീഡ്ബാക്ക് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഓക്കെ, മേക്ക് ചേഞ്ച് ഇഫ് നീഡഡ്. ആവശ്യമെങ്കിൽ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കുക. ഇഫ് സംതിങ് ഇസ് നോട്ട് വർക്കിംഗ് ദ കൗൺസിലർ ആൻഡ് ക്ലൈൻറ്റ് ട്രൈ ടു ചേഞ്ച് ഇറ്റ് അല്ലേ? ചിലത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പുതിയത് മാറ്റം വരുത്തുക. ട്രൈ എ ന്യൂ ടെക്നിക്, ചേഞ്ചസ് ദ ഗോ സ്ലോർ ഓർ ഫാസ്റ്റർ. ചിലപ്പോൾ ഗോൾ തന്നെ, ലക്ഷ്യം തന്നെ മാറ്റേണ്ടി വരും. കുഴപ്പമില്ല, എന്നാൽ പോലും മാറ്റി കൊടുത്തിട്ടാണെങ്കിലും മാറ്റി കൊടുക്കുക. പുതിയ ടെക്നിക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഗോ സ്ലോർ ഓർ ഫാസ്റ്റ്, ചിലപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകേണ്ടി വരും, ചിലപ്പോൾ വളരെ സ്ലോ ആയിട്ട് പോകേണ്ടി, ഇതൊക്കെ സംഭവിക്കാം. ഓക്കെ, പിന്നെ വേറെന്താ? ദിസ് മേക്സ് ഷുവർ ദ കൗൺസിലിംഗ് സ്റ്റേസ് ഹെൽപ്ഫുൾ ആൻഡ് ഇഫക്റ്റീവ് ഫോർ ക്ലൈൻറ്റ്. ഇത് ഏറ്റവും ഇഫക്റ്റീവ് ആണെന്ന് ക്ലൈൻറ്റിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെന്താ? പ്രിപ്പയർ ഫോർ എൻഡിങ് കൗൺസിലിംഗ്. അങ്ങനെ ഏകദേശമൊക്കെ ആയിക്കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ കൗൺസിലിംഗ് അവസാനിപ്പിക്കുന്ന ഒരു പിന്നെ പ്രോസസ്സിലേക്ക് മാനസികമായിട്ട് രണ്ടു കൂട്ടരും എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. കൗൺസിലർ ഒരു പക്ഷേ തുടക്കത്തിലെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. കൗൺസിലി ഒരു പക്ഷേ അത് ഉൾക്കൊള്ളാൻ തന്നെ ചിലപ്പം പ്രയാസമായിരിക്കും. കാരണം അവർക്ക് എന്നും വന്ന് കൗൺസിലറെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകാനായിരിക്കും താല്പര്യം. നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും. ഓക്കെ, പ്രയാസം ഉണ്ടാകും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒറ്റയടിക്ക് നിർത്തുന്നു എന്ന് പറഞ്ഞാൽ കേട്ടോ, അപ്പോൾ ഒരു 5ാമത്തെ സ്റ്റേജിൽ നിന്ന് തന്നെ കുറച്ച് എന്ത് ചെയ്യാം, പിന്നെ ഞാൻ കൗൺസിലിംഗ് അവസാനിപ്പിക്കാനൊക്കെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, വൺസ് മോസ്റ്റ് ഗോൾസ് ആർ അച്ചീവ്ഡ് ആൻഡ് ദ ക്ലൈൻറ്റ് ഇസ് സ്ട്രോങ്ങർ, ഇറ്റ്സ് ടൈം ടു പ്രിപ്പയർ ഫോർ ദ എൻഡ് ഓഫ് കൗൺസിലിംഗ്. അതായത് നമ്മൾ കൊടുത്ത ആക്ടിവിറ്റീസും അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കുകളൊക്കെ ഉപയോഗപ്പെടുത്തി ക്ലൈൻറ്റിന് കാര്യമായ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അവർ സെൽഫ് സഫിഷ്യൻ്റ് ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ അത് ക്ലൈൻറ്റിനെ കൂടി ബോധ്യപ്പെടുത്തി കൊടുത്ത് നമുക്ക് മെല്ലെ മെല്ലെ എന്ത് ചെയ്യാം, കൗൺസിലിംഗ് അവസാനിപ്പിക്കാം. ഓക്കെ, റെഡി അല്ലേ? കൗൺസിലർ മേ ആസ്ക്, ഡു യു ഫീൽ റെഡി ടു ഹാൻഡിൽ തിങ്സ് ഓൺ യുവർ ഓൺ. അപ്പോൾ കൗൺസിലർ ചോദിക്കാം, ഇനിയിപ്പം നിങ്ങൾ അന്ന് പറഞ്ഞ ആ പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾക്കത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂലേ എന്ന് കൗൺസിലിയോട് ചോദിച്ചു കഴിഞ്ഞാൽ കൗൺസിലി ഓക്കെ ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല, നമുക്ക് കൂടി ബോധ്യപ്പെടണം കേട്ടോ ഓക്കെ ആണെന്ന്. പിന്നെന്താ പറഞ്ഞത്? വുഡ് യു ലൈക്ക് ടു കം ലെസ് ഓഫൺ നൗ അല്ലേ? എപ്പോഴും ഇങ്ങനെ പറയല്ലേ, പിന്നെയും വിസിറ്റ് ചെയ്യുക, വരിക, പിന്നെ അത് ഉദ്ദേശിക്കുന്നുണ്ടോ? വാട്ട് വിൽ യു ഡു ഇഫ് ദിസ് പ്രോബ്ലം കംസ് ബാക്ക്? ഇനിയും ഈ പ്രശ്നങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ക്ലൈൻറ്റ് മസ്റ്റ് ഫീൽ സ്ട്രോങ് ആൻഡ് റെഡി ടു ഫേസ് ലൈഫ് വിത്തൗട്ട് റെഗുലർ സെഷൻസ്. അതായത് ഇനിയും ഇങ്ങനെ തുടർച്ചയായിട്ട് സെഷനുകൾ ഇല്ലാതെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ ഒരു ക്ലൈൻറ്റിന് കഴിയും എന്നുള്ള ഫീലിങ്ങിലേക്കും കൂടി എന്ത് ചെയ്യണം, അവരെ കൊണ്ടുവരണം. ഓക്കെ, പിന്നെ
അടുത്തൊരു കാര്യം കൂടി ഇപ്പം പറയാം. യൂസ് എ പ്രോഗ്രസ് ഷീറ്റ് ഓർ നോട്ട്. ആവശ്യമെങ്കിൽ മാത്രം മതി കേട്ടോ. ഓപ്ഷനിലാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രസ് നോട്ടും ഷീറ്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ നല്ലതാണ്. അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റും. ഒരാളെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പം ഫസ്റ്റ് സെഷൻ മുതൽ ക്ലയൻസ് മൂഡ് ആൻഡ് പ്രോബ്ലം, മിഡിൽ സെഷൻ വാട്ട് സ്ട്രാറ്റജീസ് വേർ. എന്താ നമ്മുടെ നോട്ടിൽ എങ്ങനെ എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഒരു നോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ ഓക്കെ. സം കൗൺസിലേഴ്സ് യൂസ് ചാർട്ട്സ്, നോട്ട്സ് ഓർ പ്രോഗ്രസ് ഷീറ്റ് ടു ട്രാക്ക് ദ ചേഞ്ചസ്. ചില ആളുകളൊക്കെ ഇത് എന്ത് ചെയ്യാറുണ്ട്, പ്രോഗ്രസ് നോട്ട്, ഡയറീസിൽ ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മാറ്റങ്ങൾ കൃത്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ്, അതിൽ എന്തൊക്കെ വരും, ഉൾപ്പെടുത്താം. ഫസ്റ്റ് സെഷനിൽ ക്ലയൻസ് മൂഡ് ആൻഡ് പ്രോബ്ലം അല്ലേ. ഫസ്റ്റ് സെഷനിൽ എന്താ എഴുതേണ്ടത്? ക്ലയൻറ്റ് എന്താണ്, ക്ലയൻറ്റിൻ്റെ പ്രശ്നം എന്താണ്, ക്ലയൻറ്റിൻ്റെ ഒരു MSC എന്ന് പറയും, അതായത് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. അവരോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്, അവർ ഒരു കാര്യം പറയുമ്പോൾ എങ്ങനെയാണ്, അവരുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയാണ്, അവരുടെ ഓർമ്മശക്തി എങ്ങനെയാണ്, അവർക്ക് പൊതുവിജ്ഞാനം എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ കൂടി നോക്കുന്നതിനാണ് നമ്മൾ MSC എന്ന് പറയുക, മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വിലയിരുത്താൻ പറ്റും. ഫസ്റ്റ് സെഷനിൽ എന്ത് ചെയ്യാം, അത് ഒന്ന് വിലയിരുത്തിയിട്ട് അതൊന്ന് നോട്ട് ചെയ്യാം. രണ്ടാമത്തെ മിഡിൽ സെഷൻ വാട്ട് സ്ട്രാറ്റജീസ് വേർ യൂസ്ഡ്. എന്തൊക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടി കൊടുത്തത് എന്ന് എന്ത് ചെയ്യാം, അവിടെ കൃത്യമായിട്ട് എഴുതി വെക്കാം. അത് വളരെ എഫക്റ്റീവാണ് എഴുതി വെക്കുന്നത്. നന്നായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ അവരുപയോഗിച്ച മെത്തേഡുകളൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഫൈനൽ സെഷനിൽ വാട്ട് പ്രോഗ്രസ് വാസ് സീൻ. ഇപ്പം എന്തൊക്കെയാണ് ലാസ്റ്റ് സെഷനിൽ എന്തൊക്കെ പ്രോഗ്രസ് ആണ് അവരിൽ വന്നത്. ചില ആളുകൾ വളരെയധികം റഫായിട്ട് റൂഡായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം അതിൻ്റെ കൂടെ വേറെയും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് നോട്ട് ചെയ്യാം എന്താണ് അവർക്ക് തുടക്കത്തിൽ അവരുടെ ക്യാരക്ടർ, ഇപ്പോഴത്തെ അവരുടെ ചേഞ്ച്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അഞ്ചാമത്തെ സ്റ്റേജിൽ ഉള്ളത്. ഓക്കെ, പിന്നെ എന്താണ് ഈ അഞ്ചാമത്തെ സ്റ്റേജിൽ ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഹെൽപ്സ് മേക്ക് തിങ്സ് ക്ലിയർ ആൻഡ് ഓർഗനൈസ്ഡ് ഫോർ ബോത്ത് കൗൺസിലർ ആൻഡ് ക്ലൈൻറ്റ്. രണ്ടു പേർക്കും പിന്നെ ഈ കൗൺസിലിംഗ് സെഷൻ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നത് രണ്ടു പേർക്കും കൂടി പിന്നെ ഒരു ക്ലിയർ ആയ ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം ആയിരുന്നു എന്നുള്ളത് രണ്ടുപേർക്കും കൂടി ഇത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ആറാമത്തെ സ്റ്റേജ്. അപ്പം 5 സ്റ്റേജ് കഴിഞ്ഞേ, ഇനി നമുക്ക് മുമ്പിലുള്ളത് ആറാമത്തെ സ്റ്റേജാണ്. ആറാമത്തെ സ്റ്റേജ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ടെർമിനേഷൻ സ്റ്റേജാണ്, അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന സ്റ്റേജാണ്. ഓക്കെ, അവസാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് പല മെത്തേഡ് ഉപയോഗിക്കാം. പിന്നെ വേണമെങ്കിൽ കൗൺസിലർക്ക് ഒരു ചായ സൽക്കാരം കൊടുക്കാം. കൗൺസിലർക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സന്തോഷകരമായ രീതിയിൽ ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ടെർമിനേഷൻ സ്റ്റേജ്, എൻഡിങ് ദ കൗൺസിലിംഗ് പ്രോസസ്സ്. കൗൺസിലിംഗ് പ്രോസസ്സ് നമ്മൾ ഈ പറഞ്ഞ 5-6 സ്റ്റെപ്പ് ഉപയോഗിച്ചു. ആറാമത്തെ സ്റ്റെപ്പോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ് കൗൺസിലിംഗ്. എന്തൊക്കെയാണെന്ന്, ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് വേർ ദ കൗൺസിലർ ആൻഡ് ക്ലൈൻറ്റ് റിവ്യൂ പ്രോഗ്രസ്, കൺസോൾഡേറ്റ് ലേണിംഗ് ആൻഡ് ഡിസ്കസ് ഫ്യൂച്ചർ സ്ട്രാറ്റജീസ്. ഇതാണ് അവസാനത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള കാര്യങ്ങൾ പരസ്പരം വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാം, പ്രോഗ്രസ് വിലയിരുത്താം, പിന്നെ ഫ്യൂച്ചർ സ്ട്രാറ്റജീസ് ഒക്കെ എന്ത് ചെയ്യാം, വിലയിരുത്തുക. എന്നിട്ടോ വാൺ അബൌട്ട് ദ ടൈം ടു സ്റ്റോപ്പ് കൗൺസിലിംഗ്, നമ്മൾ കൗൺസിലിംഗ് അവസാനിപ്പിക്കാൻ പോവുകയാണെന്നുള്ളത് വാൺ ചെയ്ത് കൊടുക്കുക. സമ്മറൈസിങ് ദ ക്ലയൻറ്റ്സ് ഗ്രോത്ത്, അതുവരെ ക്ലയൻറ്റിനുണ്ടായ ഗ്രോത്ത് ഒന്നും എന്ത് ചെയ്യാം, ഒന്ന് സമ്മറൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഹൈലൈറ്റിംഗ് പോസിറ്റീവ് ചേഞ്ചസ് ആൻഡ് അച്ചീവ്ഡ് ഗോൾസ്. മാത്രമല്ല അത് എഴുതുമ്പോൾ പോസിറ്റീവ് ചേഞ്ചസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുക്കുക. മാത്രമല്ല അവർക്ക് പിന്നെ എന്താണ് അവരെന്തൊക്കെ ഗോൾസ് ആണ് അച്ചീവ് ചെയ്തതെന്നുള്ളതൊക്കെ നോട്ട് ചെയ്യാം. ഓക്കെ, പിന്നെന്താണ് എൻകറേജിങ് ഇൻഡിപെൻഡൻസ്, എൻഷുറിംഗ് ക്ലയൻറ്റ് ക്യാൻ മാനേജ് ഫ്യൂച്ചർ ചലഞ്ചസ് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് ഇനി അങ്ങോട്ട് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വയം കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് പിന്നെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവരെന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യിപ്പിക്കുക. പ്രൊവൈഡിങ് റിസോഴ്സസ് ഫോർ കണ്ടിന്യൂഡ് സപ്പോർട്ട്, സജസ്റ്റിംഗ് സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജീസ് ഓർ സപ്പോർട്ട് ഗ്രൂപ്പ് ഇഫ് നീഡഡ് അല്ലേ. അതായത് എന്തെങ്കിലും ആവശ്യങ്ങൾ പിന്നീട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം നമുക്ക് കണ്ടെത്താനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ക്രിയേറ്റിംഗ് എ ഫോളോ അപ്പ് പ്ലാൻ, ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഫോളോ അപ്പിൻ്റെ പ്ലാൻ ഉണ്ടാക്കാം. അടുത്ത 1 മാസത്തേക്ക് 2 മാസത്തേക്ക് 3 മാസത്തേക്കൊക്കെ ചെറിയ രീതിയിലൊരു പ്ലാൻസ് ഉണ്ടാക്കിയെടുത്താൽ നല്ലതാണ്. ഓക്കെ, സം ക്ലയൻറ്റ്സ് മേ
ബെനിഫിറ്റ് ഫ്രം ഒക്കേഷണൽ ചെക്കിൻ. ഇടക്കിടക്കൊന്ന് പിന്നെ ഒന്ന് ചെക്കിങ് ചെയ്യുന്നത് പലർക്കും നല്ല റിലാക്സേഷൻ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ദെൻ എ ഗുഡ് കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഷുഡ് ക്രിയേറ്റ് പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ലൈഫ്. മാത്രമല്ല അതിൻ്റെ മുമ്പ് പറയാനുണ്ട് എൻഡ് ഓഫ് കൗൺസിലിംഗ് പ്രോസസ്സ് അല്ലേ. അപ്പോൾ നമ്മൾ കൗൺസിലിംഗ് പ്രോസസ്സ് അവസാനിപ്പിക്കാൻ പോകുന്നു. എന്തൊക്കെയാണ്? കൗൺസിലിംഗ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. ഇതൊരു തുടക്കം മാത്രമാണെന്ന് ക്ലയൻറ്റിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു തുടക്കമാണ്. അപ്പോൾ ഇത് ഇനിയും പിന്നെ എല്ലാം തികഞ്ഞു ഈ കൗൺസിലിംഗ് കൊണ്ട് അവർ ചിന്തിക്കരുത്. കൗൺസിലിംഗ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. ഒരു വിഷയത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിൻ്റെ തുടക്കമാണെന്ത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിഗിനിങ് മാത്രം. ബാക്കിയൊക്കെ ആരാണ് ഡിപ്പെൻഡ് ചെയ്തത്? അതാത് വ്യക്തികളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ്? അറ്റ് ദ ടൈം ഓഫ് ടെർമിനേഷൻ ദ ക്ലയൻറ്റ് ഷുഡ് ബി ഷുവർ വെദർ ഹീ ഈസ് റെഡി ടു മൂവ് ഫോർവേഡ് ഓൺ ഹിസ് ഓൺ. അപ്പോൾ അവസാനിപ്പിക്കാന്ന് പറയുമ്പം ക്ലയൻറ്റ് പറയണം വേണ്ട വേണ്ട അവസാനിപ്പിക്കല്ലേ, എനിക്ക് പേഴ്സണലി മാറ്റം വന്നിട്ടില്ല, ഇനിയും മാറ്റം വരാനുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ അവസാനിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യരുത്. ഓക്കെ, കുറച്ച് നീണ്ടു പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ്? എ ഗുഡ് കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഷുഡ് ക്രിയേറ്റ് പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ലൈഫ്. ഓക്കെ ഓക്കെ, പിന്നെ മേലത്തെ തന്നെ കേട്ടോ പോയിന്റ്. എൻഡ് ഓഫ് കൗൺസിലിംഗ് പ്രോസസ്സിലാണ് പറയുന്നത്. പിന്നെ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൗൺസിലർ ആൻഡ് ക്ലയൻറ്റ് ഷുഡ് എൻഡ് അമിക്കബിളി. രണ്ടുപേരും അല്ലേ, പിന്നെ എന്താണ് അവരുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള ബന്ധങ്ങൾ അത് വളരെ സുതാര്യമായിരിക്കണം. അതൊരു കാരണവശാലും ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മേഖലയിൽ എത്തിക്സ് എന്ന് പറയുന്ന സംഭവം തന്നെ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ദെൻ പിന്നെന്താ പറഞ്ഞത്? ദ ക്ലയൻറ്റ് ഷുഡ് ബി ഇൻസ്പയർഡ് ടു ആക്ട് വിത്ത് കോൺഫിഡൻസ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ പിന്നെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ മാറ്റി കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ 6 സ്റ്റേജ് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആവുന്നു. എ ഗുഡ് കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഷുഡ് ക്രിയേറ്റ് പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ലൈഫ്. ഒരു നല്ല കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ സഹായിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇല്ല, നമുക്ക് ഒന്നാമത് 5ാമത്തെ സ്റ്റേജൊക്കെ നമ്മൾ വീണ്ടും ഓരോ പോയിന്റ് പറയുമ്പോഴും അതിങ്ങനെ മറ്റേ പോയിന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും വീണ്ടും വീണ്ടും വിശദീകരിച്ച് പോകണ്ടെന്ന് എഴുതിയിട്ടാണ്. അതെ, ഓക്കെ ഓക്കെ, ഏതായാലും പിന്നെ നമുക്ക് പിരിയാന്നാൽ. ഏതായാലും നന്നായി നോക്ക്. നിങ്ങളൊക്കെ എല്ലാവരും പോസിറ്റീവ് ആകുക, എല്ലാവരും പിന്നെ സെൽഫ് സഫിഷ്യൻ്റ് ആകുക എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, വെൽക്കം വെൽക്കം എല്ലാവരോടും. താങ്ക് യു പറഞ്ഞവരോടൊക്കെ വെൽക്കം. ഇതിൽ 2 മഞ്ജു ഉണ്ടോ?